സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിജയശാന്തൻ കോമളപുരം രചിച്ച മുത്തശ്ശി മുത്തശ്ശ എന്ന ചെറുകഥ കേൾക്കാം. മുത്തശ്ശി മുത്തശ്ശ. വാതിൽക്കൽ ഒരു നിഴലാട്ടം. തളർന്ന ശബ്ദത്തിൽ നാരായണി അമ്മ ചോദിച്ചു, ആരാ? പ്രതികരണമില്ല. വാതിൽക്കലേക്ക് എത്തി നോക്കി. ആരെയും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. ഓരോ ദിവസവും നാരായണി അമ്മ സ്വപ്നം കാണാറുണ്ട്. ഒരു ദിവസം മകനോ പേരക്കുട്ടിയോ വരുമെന്ന്. ചില ദിവസങ്ങളിൽ അവർക്കായി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ഇന്ന് കുന്നെല്ലിൻ്റെ പൊടിയരി മൺചട്ടിയിൽ വറുത്ത് ശർക്കരയും തേങ്ങയും ജീരകവും ചേർത്ത് പൊടിച്ച് ഉണ്ടയാക്കി വച്ചിട്ടുണ്ട്. നന്ദുമോന് വലിയ ഇഷ്ടമാണ്. മോനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ. മോൻ ഞങ്ങളെ കാണാൻ വരാതിരിക്കുമോ? വീണ്ടും ഒരു നിഴലാട്ടം. ആരാ? യാതൊരു പ്രതികരണവുമില്ല. നാരായണി അമ്മ വാതിൽക്കലേക്ക് തന്നെ നോക്കിയിരുന്നു. 3-4 നിമിഷം കഴിഞ്ഞപ്പോൾ കണ്ടു, ഒരു കുഞ്ഞു തല ഒളിഞ്ഞു നോക്കുന്നു. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈയിടെയായി കാഴ്ചക്കുറവുണ്ട്. ആരാണെന്നറിയാൻ ഒരാകാംക്ഷ. നാരായണി അമ്മ വേച്ചു വേച്ച് വാതിൽക്കലേക്ക് നടന്നു. മനസ്സിൽ വിചാരിച്ചതുപോലെ. ആരോമൽ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോനെ കയറി വാ. അവൻ മടിച്ചു മടിച്ചു നിന്നെങ്കിലും മുഖത്ത് നേർത്ത പുഞ്ചിരിയുണ്ടായിരുന്നു. ആ പുഞ്ചിരി മതിയായിരുന്നു നാരായണി അമ്മയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ. 5-6 വയസ്സ് കുറഞ്ഞതുപോലെ നാരായണി അമ്മയ്ക്ക് തോന്നി. ഒരു നവോന്മേഷം വന്നതുപോലെ. അതെ, ചിരിക്ക് അമാനുഷിക ശക്തിയാണുള്ളത്. ആര് നമ്മളെ നോക്കി ചിരിച്ചാലും മനസ്സിന് ഒരു കുളിർമ, ഒരു സംതൃപ്തി. നമ്മളെ നോക്കി ചിരിക്കുന്നവർക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു ചിരി സമ്മാനിക്കുന്നു. ആ ചിരിയിലൂടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നു. കളങ്കമില്ലാത്ത ഒരു സ്നേഹം പിറക്കുന്നു. ആരോമലിനെ കണ്ടിട്ട് നാളെ ഏറെ കഴിഞ്ഞിരിക്കുന്നു. അല്പം പൊക്കം വച്ചിട്ടുണ്ട്. വേറെ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ വരാൻ എന്താണാവോ കാരണം? അവൻ വീണ്ടും എത്തി നോക്കി. മോനെ അകത്തേക്ക് വാ, മുത്തശ്ശനെ കാണണ്ടേ. അവൻ പയ്യെ പയ്യെ അകത്തേക്ക് കയറി. അവനെ ഒന്ന് തൊട്ടു തലോടാൻ കൈ നീണ്ടെങ്കിലും നാരായണി അമ്മ സ്വയം നിയന്ത്രിച്ചു. അവന്റെ അമ്മ പിന്നാലെ എത്തിയിട്ടുണ്ടെങ്കിൽ അതു മതി ഉറഞ്ഞു തുള്ളാൻ. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മുത്തശ്ശി. അവൻ നാരായണി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. എപ്പോൾ നോക്കിയാലും മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കും. അച്ഛൻ കാണാതിരിക്കാൻ കണ്ണുകൾ തുടയ്ക്കുകയോ മുഖം കഴുകുകയോ ചെയ്യുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മുത്തശ്ശിക്ക് എന്താ ഇത്രയും സങ്കടം എന്ന് ചോദിക്കാൻ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ അമ്മ സമ്മതിക്കില്ല. അമ്മ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ് ഞാനാണെങ്കിലോ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാറില്ലായിരുന്നു. മുത്തശ്ശി എന്നെ എടുക്കുകയോ കുളിപ്പിക്കുകയോ ഭക്ഷണം തരികയോ ഒന്നും ചെയ്തിട്ടില്ല. മുത്തശ്ശി എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ അമ്മ എനിക്കും അച്ഛനും വിളമ്പിത്തരും. ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശിയും മുത്തശ്ശനും കഴിക്കും. ചില ദിവസങ്ങളിൽ മുത്തശ്ശിക്ക് കഴിക്കാൻ ഒന്നും കാണില്ല. ഞാൻ നേരത്തെ കഴിച്ചെന്ന്
മുത്തശ്ശനോട് പറയും. അച്ഛൻ്റെ അമ്മയല്ലേ, എന്താണെന്നറിയില്ല. ഇപ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയത്. എന്നെ അച്ഛനും അമ്മയും സ്നേഹിച്ച് വളർത്തുന്നത് പോലെ മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനെ വളർത്തി വലുതാക്കിയതല്ലേ. എന്താ മോൻ ആലോചിക്കുന്നത്? അമ്മ വഴക്കു പറയുമെന്ന് പേടിയുണ്ടോ? അവൻ തലയാട്ടി. മുത്തശ്ശൻ എവിടെ മുത്തശ്ശി? അകത്തുണ്ട്, കിടക്കുക. നല്ല സുഖമില്ല. കുഞ്ഞുവാ. മോനെ കാണുമ്പോൾ മുത്തശ്ശന് വലിയ സന്തോഷമാകും. മുത്തശ്ശിയുടെ പിന്നാലെ അവൻ അകത്തേക്ക് ചെന്നു. മുത്തശ്ശൻ ആ പഴയ കട്ടിലിൽ കിടക്കുന്നു. കാഞ്ഞിര പലക കൊണ്ട് നിർമ്മിച്ച കട്ടിലാണെന്നാ പറയുന്നത്. മുത്തശ്ശന്റെ അച്ഛന്റെ കാലത്തുള്ള കട്ടിലാ. മുത്തശ്ശൻ കണ്ണുകൾ പൂട്ടിക്കിടക്കുന്നു. മുത്തശ്ശി മുത്തശ്ശനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാരാണെന്ന് നോക്കിയേ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ ആരോമൽ വന്നിരിക്കുന്നു. മുത്തശ്ശൻ പയ്യെ കണ്ണുകൾ തുറന്ന് എന്റെ നേരെ നോക്കി. എന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ക്രാസിയിൽ തലയണ വെച്ച് ചാരിയിരുത്തി. മുത്തശ്ശൻ എന്നെ പിടിച്ച് അടുത്തിരുത്തി. ആ മുറിക്ക് കാച്ചെണ്ണയുടെയും കുഴമ്പിന്റെയും മണം. മോൻ എന്തെങ്കിലും കഴിക്കാൻ കൊട് നാരായണി. എനിക്കൊന്നും വേണ്ട മുത്തശ്ശ, ദേ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അവൻ ഉടുപ്പ് പൊക്കി വയർ കാണിച്ചു. മോൻ ഇങ്ങോട്ട് വന്നത് അമ്മയ്ക്കറിയാമോ? അമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ തീരെ ചെറിയ കുട്ടിയല്ലല്ലോ. ഞാനേ 5ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ വന്നതല്ലേ. അവൻ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. ഭാസ്കരൻ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞു. ഒരു കൊച്ചു കുട്ടിയെ പോലെ. ജീവിതത്തിൽ ആദ്യമായി കൊച്ചുമോനിൽ നിന്നും ഒരു ഉമ്മ കിട്ടിയ സന്തോഷം. നാരായണി അമ്മയും ഒപ്പം കരഞ്ഞു. രണ്ടുപേരും കരയുന്നത് കണ്ടപ്പോൾ അവനും കരച്ചിൽ വന്നു. പക്ഷേ ആ കണ്ണുനീരിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. 2:30 കഴിഞ്ഞിട്ടും ആരോമലിനെ കണ്ടില്ലല്ലോ. അച്ഛനുള്ളപ്പോൾ എങ്ങും പോകാതെ ഇവിടെ കാണേണ്ടതാ. ഇതിപ്പോ എവിടെ പോയി? ഈയിടെയായി ഊരുചുറ്റൽ കൂടുതലാ. മോൻ എവിടെ ശ്യാമളെ? 2 കഴിഞ്ഞല്ലോ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മുകളിലത്തെ നിലയിൽ നിന്നും നന്ദഗോപാൽ താഴേക്ക് വരുന്നത്. ജോണിന്റെ വീട്ടിൽ കാണും. ചേട്ടൻ ഒന്ന് പോയി നോക്കിക്കേ. ശരി, നോക്കിയിട്ട് വരാം. അവിടെ തന്നെ ആയിരിക്കുമോ? അതോ മറ്റെവിടെയെങ്കിലും? വേറെ എവിടെ പോകാനാ? പെട്ടെന്ന് അമ്മേന്ന് വിളിച്ചുകൊണ്ട് ആരോമൽ വന്നു. ഓ, എത്തിയോ? കൈയും മുഖവും കഴുകി വന്നിരിക്കേ. അമ്മ എല്ലാം വിളമ്പി വെക്കാം. എനിക്ക് വേണ്ടമ്മേ. അതെന്താ? വിശപ്പില്ലമ്മേ. അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ഞാൻ വിളിച്ചോണ്ട് വരാം, നീ ഭക്ഷണം എടുത്തു വെക്ക്. നന്ദൻ ആരോമലിന്റെ അടുത്തെത്തി. അമ്മ ഊണ് വിളമ്പി, വാ നമുക്ക് പോയി കഴിക്കാം. എനിക്ക് വേണ്ടച്ചാ. അതെന്താ? വിശക്കുന്നില്ല. മുത്തശ്ശിയുടെ അടുത്തു പോയതും അവിടെ നിന്ന് കഴിച്ചെന്നും പറയാൻ അവന് കഴിഞ്ഞില്ല. എന്തോ ഒരു പേടി പോലെ. മോൻ താഴേക്ക് വാ. വന്നില്ലെങ്കിൽ ഓന്തിനെ പോലെ അമ്മയുടെ സ്വഭാവം മാറും. അച്ഛന് അമ്മയെ ഭയമാണോ? മകന്റെ ചോദ്യത്തിനു മുന്നിൽ നന്ദൻ ആദ്യം ഒന്ന് പതറി. എങ്കിലും പിടിച്ചു നിന്നു. എടാ മക്കളെ, അച്ഛനെ ഊതാതെ. ഞാൻ കളിയാക്കിയതല്ല അച്ഛാ, കാര്യായിട്ട് ചോദിച്ചതാ. എനിക്ക് അമ്മയെ പേടിയുണ്ട്. അതുപോലെ അച്ഛനും പേടിയുണ്ടോ?
മോന്റെ അമ്മയെ മോൻ എന്തിനാ പേടിക്കുന്നത്? അത് അമ്മ എല്ലാവരെയും കുറ്റം പറയില്ലേ? നമ്മൾ തറവാട്ടിലായിരുന്നപ്പോൾ മുത്തശ്ശിയെ എന്തൊക്കെ പറയുമായിരുന്നു. എന്തു ചെയ്താലും അമ്മ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുമായിരുന്നു. എല്ലാ ജോലിയും ചെയ്യുന്ന പാവം മുത്തശ്ശി ഒന്നും പറയില്ല. എല്ലാം കേട്ടിരിക്കും. അച്ഛനും എല്ലാം കേട്ടിരിക്കും. ഒന്നും മിണ്ടില്ല. മുത്തശ്ശിയോട് എന്താ പതിവില്ലാത്തൊരു സ്നേഹം? ആരോമൽ അവിടെ പോയിരുന്നു. നന്ദന്റെ മനസ്സ് ആ വഴിക്ക് സഞ്ചരിച്ചു. ആരോമൽ വീണ്ടും പറഞ്ഞു തുടങ്ങി. അച്ഛന് എന്നോട് സ്നേഹമുള്ളതുപോലെ മുത്തശ്ശിയോടും മുത്തശ്ശനോടും എന്താ സ്നേഹമില്ലാത്തത്? അച്ഛനെ പെറ്റു വളർത്തിയത് അമ്മയല്ലല്ലോ, മുത്തശ്ശിയല്ലേ. മുത്തശ്ശിയെ മറക്കാമോ? മകന്റെ വാക്കുകൾ ചാട്ടൂളി പോലെ ഹൃദയത്തിൽ വന്ന് തറച്ച് നീറ്റലുണ്ടാക്കുന്നു. മോൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? എന്നെ വളർത്തുന്നത് പോലെ മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനെ വളർത്തിയതല്ലേ? മകന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷേ നന്ദഗോപാലിന് മകന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഒരു കുറ്റവാളിയെ പോലെ തറയിലേക്ക് നോക്കി ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു, മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛന് സ്നേഹം തന്നെയാ. അതൊക്കെ പറഞ്ഞാൽ മോന് മനസ്സിലാവില്ല. നന്ദേട്ടാ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വേഗം താഴേക്ക് വാ. അമ്മ വിളിക്കുന്നു. മോൻ വാ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം അച്ഛാ. അച്ഛൻ പോയി കഴിച്ചോ? നന്ദൻ താഴേക്കിറങ്ങിച്ചെന്ന് ഉണ്ണാനിരുന്നെങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയിൽ കുടുങ്ങുന്നത് പോലെ. വിശപ്പും തോന്നുന്നില്ല. എന്താ കഴിക്കാത്തെ? ഭക്ഷണത്തിന്റെ മുമ്പിൽ തപസ്സിരിക്കുകയാണോ? ഭാര്യയുടെ ചോദ്യം കേട്ട് വളരെ പ്രയാസപ്പെട്ട് അല്പം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ഇതെന്താ കഴിക്കാതെ എഴുന്നേറ്റത്? എനിക്കു മതി, നല്ല വിശപ്പില്ല. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.